അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്തരം ഭാഗങ്ങളെല്ലാം ഇളക്കി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു വണ്ടിയാണ്. ഇത് ഇൻ്റർകൂളർ വരുന്ന ഒരു ഇന്നോവയാണ്. ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേർക്കും സ്വാഗതം. നമ്മളിതാ ഇന്ന് വീഡിയോ ചെയ്യാൻ പോണത് ഈ ഒരു ഇന്നോവയുടെയാണ്. ഇന്നോവയുടെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്നോവയുടെ ഇൻ്റർകൂൾഡ് EGR പോലുള്ള ഭാഗങ്ങളൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പം പലരും പറയുന്നൊരു സംശയമാണ്, ടൊയോട്ടയുടെ ഇന്നോവയ്ക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. നിർബന്ധമായിട്ടും ചെയ്യണം. അങ്ങനെ ചെയ്ത ഒരു വാഹനമാണ് ഈ കാണുന്നത്. പല വാഹനം ഇപ്പോൾ ഞാൻ നേരത്തെയും ഇന്നോവയുടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കയറി നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും. നല്ല രീതിയിൽ സ്ലഡ്ജൊക്കെ കയറി ഭയങ്കരമായ രീതിയിൽ ഫോർമേഷനൊക്കെ ആയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ വണ്ടികൾ നമ്മൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെയും ഇത്തരത്തിലുള്ള വർക്കാണ് നമ്മൾ ചെയ്തത്. വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ ചില സമ്മർദ്ദത്താൽ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇന്നോവ വന്നിട്ട് ഒരു വണ്ടിയാണ്. വണ്ടികൾ ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വണ്ടികളിൽ ഇൻ്റർകൂളർ വരുന്നുണ്ട്. ഇൻ്റർകൂളർ വരുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് എല്ലാ 30,000-ലും ഒന്ന് സർവീസ് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിച്ചു തരാം. ഇപ്പം ചിലർ പറയും, ടൊയോട്ടയുടെ വണ്ടി ഇന്നോവ എന്തിനാ സർവീസ് ചെയ്യുന്നത്? സർവീസ് ചെയ്തേ പറ്റുള്ളൂ. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന രീതിയിൽ ടർബോയിൽ നിന്ന് വരുന്ന ചെറിയ ഓയിലിൻ്റെ അംശം, അതായത് ടർബോയിൽ നിന്ന് ഇല്ലറ്റ് മാനിഫോൾഡിൻ്റെ ഭാഗത്തോട്ട് വരുന്ന ചെറിയ ഓയിലിൻ്റെ അംശങ്ങൾ ഈ ഒരു ഇൻ്റർകൂളറിൽ വന്ന് നൈസിനടിയും, അടിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അടിഞ്ഞതിന് ശേഷം അത് പതുക്കെ ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് കയറും. EGR നിന്ന് വരുന്ന ആ ഒരു കരിയുമായി, അതായത് കാർബണുമായി മിക്സായിട്ട് സ്ലഡ്ജ് ഫോമായിട്ട് പല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളൊരു പ്രശ്നം ഈ ഒരു വാഹനത്തിലുണ്ട്. അത് കണക്ക് തന്നെ IMRC, അതായത് ഇൻടേക്ക് മാനിഫോൾഡ് റണ്ണിങ് കൺട്രോൾ യൂണിറ്റ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് കൊണ്ട് തന്നെ അത്തരം ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലും. അതുകൊണ്ട് തന്നെ കൂടുതൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്കാവാതിരിക്കാനും വണ്ടിക്ക് പിക്കപ്പ് പറയാനുള്ള ഒരു സാധ്യത കൂടുതലായിരിക്കും. ഇപ്പം ഈ IMRC ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ കാല് കൊടുത്ത് കൂടുതൽ ഉപയോഗിക്കാൻ നേരത്ത്, കാല് കൊടുത്ത് പോകാൻ നേരത്ത് കൂടുതൽ എയറിനെ എടുക്കാനും, അതിനൊക്കെ തന്നെ ആവശ്യമുള്ള സമയത്ത് കൂടുതൽ എയറിനെ എടുക്കാനും, ആവശ്യമില്ലാത്ത സമയത്ത് എയറിൻ്റെ ഫ്ലോ കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ പല വാഹനങ്ങളിലും, ഉണ്ടായി ഉൾപ്പെടെ പല വാഹനങ്ങളിലും ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു വണ്ടിയുടെ ക്ലച്ച് സെറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റർകൂളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് ഓയിൽ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈനും കാര്യങ്ങളും, ഇൻ്റർകൂളറിൻ്റെ ലൈനും കാര്യങ്ങളെല്ലാം അഴിച്ചത് ഈ ഒരു ഭാഗം മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വണ്ടിയുടെ MAP സെൻസർ, അതായത് മാനിഫോൾഡ് ആബ്സൊല്യൂട്ട് പ്രഷർ സെൻസർ. അത് കാര്യങ്ങളെല്ലാം നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പുറകോട്ട് വരുമ്പോഴത്തേക്ക് EGRൻ്റെ കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഭാഗം ഫുള്ളും ഇളക്കി നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ EGR കൂളിംഗ് യൂണിറ്റ്. അപ്പോൾ ഈ ഒരു യൂണിറ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ്, അതായത് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇളക്കിയെടുത്ത് ആ ഒരു ഭാഗവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ IMRC എന്ന് പറയുന്ന ആ ഒരു ഐറ്റം വരുന്നത്. ഇൻടേക്ക് മാനിഫോൾഡ് റണ്ണിങ് കൺട്രോളർ എന്ന് പറയുന്ന ഒരു ഐറ്റം വരുന്നത്. ആ ഒരു ഐറ്റം എല്ലാം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെന്ന് വെച്ചാൽ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് പ്രോപ്പറായിട്ട് വർക്കാവാത്തൊരു കണ്ടീഷനിലാണ് ഇരുന്നത്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വണ്ടി ഇന്നോവയാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വണ്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും കൂടി അധികം ശ്രദ്ധിക്കുക. നമ്മളെ സാധാ വണ്ടികളിൽ പെട്ടെന്ന് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ കണ്ടുവരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും അധികം ഇപ്പം ഒരു 2-3 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയിലൊക്കെ ഒരു പക്ഷേ സർവീസൊക്കെ പ്രോപ്പർ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയൊന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അടവും കാര്യങ്ങളും അല്ലെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്തരം ഭാഗങ്ങളെല്ലാം ഇളക്കി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു വണ്ടിയാണ്. ഇത് ഇൻ്റർകൂളർ വരുന്ന ഒരു ഇന്നോവയാണ്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളെല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ IMRCയുടെ അക്യുവേറ്റർ ഡാമേജ് ആയിരിക്കുന്നത് കണ്ടത്. അപ്പം ആ സാധനം കിട്ടാൻ ഇത്തിരി പ്രയാസമായതുകൊണ്ട് തന്നെ നമ്മൾ EGRൻ്റെ അക്യുവേറ്റർ ഉണ്ട്, EGRൻ്റെ കൺട്രോൾ യൂണിറ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു അക്യുവേറ്റർ ഉണ്ട്, അതിൻ്റെ ന്യൂമാറ്റിക്കിൻ്റെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു അക്യുവേറ്റർ. ആ ഒരു അക്യുവേറ്റർ വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുത്താണ്. നിങ്ങളെ വണ്ടിയിൽ കാല് കൊടുത്ത് പെർഫോമൻസ് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, വണ്ടിയാണ് പെർഫോമൻസ് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്കാണോ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. വണ്ടിയുടെ ശ്വസനത്തിനെ, അതായത് വണ്ടിയുടെ ബ്രീത്തിങ് സെക്ഷനെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ. അതുകൊണ്ട് നമ്മൾ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്റർ പുതിയതാണ് കിടക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വീഡിയോ ആണ്. അതായത് നിങ്ങൾ ഇന്നോവ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, വണ്ടിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്
ഒരു 30,000-നും ഈ പറഞ്ഞ പോലെ EGR ഇന്റർകൂളർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വണ്ടിക്ക് സാധാരണ കൂടുതൽ ശബ്ദം അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കൂടുതൽ പുകയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഐറ്റംസും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കി ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇട്ടോ. ഇനി ഇതൊന്ന് ഇറക്കി ടെസ്റ്റ് ഡ്രൈവ് കൂടെ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ വണ്ടിയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.